നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനമില്ലാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഇടമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം. അവർ വഴി മറ്റുള്ളവർക്കും ഒത്തിരി വസ്തുതകൾ അറിയാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അറിഞ്ഞ കാര്യങ്ങളെക്കാൾ അറിയാത്ത കാര്യങ്ങളാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് കൂടുതലുള്ളത്. ഓരോ ദിവസവും ഒരു പുതിയ ഗ്രഹം ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നു. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട ചിത്രങ്ങളിൽ ചിലപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം കാണാം, മറ്റു ചിലപ്പോൾ ഭീകരതയും ദർശിക്കാം. പ്രപഞ്ചത്തിൻ്റെതായി പുറത്തു വന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളും വ്യത്യസ്തമല്ല. ഇപ്പോഴിതാ 137 പ്രകാശ വർഷം അകലെ ജീവന്റെ തുടിപ്പുമായി ഭൂമിക്ക് സമാനമായ വലിപ്പമുള്ള ഒരു ഗ്രഹം വലം വെക്കുന്നുവെന്ന കണ്ടെത്തലുമായി നാസ. ടോയ് 7115b എന്നാണ് ഈ സൂപ്പർ എർത്ത് ഗ്രഹത്തിന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നൽകിയിരിക്കുന്ന പേര്. ജ്യോതിശാസ്ത്ര പ്രകാരം 137 പ്രകാശ വർഷം ഭൂമിക്ക് അടുത്താണ്. ശാസ്ത്രലോകത്തെ പുത്തൻ ചുവടുവയ്പാകും പുതിയ കണ്ടെത്തലെന്നാണ് വിലയിരുത്തൽ. ഭൂമിയുടെ ഏകദേശം 1.5 ഇരട്ടി വീതിയുള്ളതാണ് പുതിയ ഗ്രഹം. ചുവന്ന ഗ്രഹത്തിലുള്ള ഒരു ചെറിയ നക്ഷത്രത്തെയാണ് ഇത് പരിക്രമണം ചെയ്യുന്നത്. 19 ദിവസം കൊണ്ടാണ് ഗ്രഹം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. വാസയോഗ്യമായ ഗ്രഹമാകാം ഇതെന്നും ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രതലത്തിൽ ജലത്തിന്റെയോ ഓക്സിജന്റെയോ സാന്നിധ്യം ഉണ്ടെങ്കിൽ ജീവിക്കാൻ സജ്ജമായ അന്തരീക്ഷവും തീർച്ചയായും ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. സൂര്യനേക്കാൾ ചെറുതും തണുത്തതുമായ ചുവന്ന ഗ്രഹത്തെയാണ് ഈ ഗ്രഹം വലം വയ്ക്കുന്നത്. ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ആണ് സൂപ്പർ എർത്ത് ഗ്രഹത്തെ കണ്ടെത്തിയത്. കുറഞ്ഞ ഭ്രമണപഥ ദൈർഘ്യമാണ് ഗ്രഹത്തെ കണ്ടെത്തുന്നതിനും പഠന വിധേയമാക്കുന്നതിനും ശാസ്ത്രജ്ഞരെ സഹായിച്ചത്. ജെയിംസ് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് ടോയ് 7115b കൂടുതൽ പഠിക്കാൻ നാസ പദ്ധതിയിടുന്നുണ്ട്. ഗ്രഹത്തിന്റെ സവിശേഷതകൾ, അതിന്റെ അന്തരീക്ഷം, ജീവന്റെ സാധ്യത തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ജെയിംസ് വെബ് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിവരം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഹബിൾ ദൂരദർശിനി എടുത്ത ഏറ്റവും പുതിയ ചിത്രങ്ങളും നമ്മെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് 2000 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയുടെ ചിത്രമാണ് അപ്പോൾ പുറത്തുവിട്ടത്. ചിത്രം കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഒരു വെളുത്ത മാലാക നിൽക്കുന്നത് പോലെയാണ്. ഈ ഫോട്ടോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടും. അഥവാ ചിത്രം യാഥാർത്ഥ്യം തന്നെ എന്ന് വിശ്വസിച്ചാലും ഇത്രയും മനോഹരമായ ഒരു ഗാലക്സി ഉണ്ടോ എന്ന സംശയം മനസ്സിൽ ഉയരും. ഷാർപ്ലസ് 2-106 നെബുലയുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന ഈ പ്രദേശം ബഹിരാകാശത്ത് പറക്കുന്ന ഒരു കുഞ്ഞു മാലാഖയെ പോലെ തോന്നും. പൊടിയുടെ ഒരു വളയം ഒരു ബെൽറ്റായി പ്രവർത്തിക്കുന്നു. അത് നെബുലയെ ഒരു മണൽ ഘടികാര ആകൃതിയിലേക്ക് മാറ്റുന്നു. ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ട് നാസ കുറിച്ചത് പ്രകാരമാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി കുറച്ചു കാലം മുൻപ് ബഹിരാകാശത്തിന്റെ ഉള്ളറകളിലെ അവിശ്വസനീയമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിരുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പകർത്തിയ ഈ ഫോട്ടോകളിലും പൊട്ടിത്തെറിച്ച് തകർന്ന ഒരു നക്ഷത്രത്തിന്റെ സൂപ്പർനോവ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു.